തിരുവനന്തപുരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയാവുകയാണ്. നേമം, അരുവിക്കര, നെയ്യാറ്റിൻകര, പാറശാല സീറ്റുകളിലാണ് തർക്കം. വാമനപുരം, കാട്ടാക്കട, നെടുമങ്ങാട്, വർക്കല സീറ്റുകളിലും തർക്കമുണ്ട്. അരുവിക്കരയിൽ VS ശിവകുമാറും KS ശബരിനാഥനും പരിഗണനയിലുണ്ട്. വൈകിട്ടോടെ അന്തിമ തീരുമാനമുണ്ടാകും. റോഷിപാൽ വിവരങ്ങളുമായി. റോഷിപാൽ, ഇന്ന് തീരുമാനം പൂർണ്ണമായും ഉണ്ടാകുമെന്നാണ് നേരത്തെ പ്രതിപക്ഷ നേതാവും പറഞ്ഞത്. പക്ഷേ തിരുവനന്തപുരത്ത് സീറ്റുകൾ സംബന്ധിച്ച് വലിയ പ്രശ്നം നിൽക്കുന്നുണ്ട്. പലയിടത്തും ഒന്നിലേറെ ആളുകൾ അവകാശവാദം ഉന്നയിക്കുന്നു. ശിവകുമാർ ആദ്യം തിരുവനന്തപുരം സെൻട്രൽ ആവശ്യപ്പെട്ടു, അത് കിട്ടില്ല ആയപ്പോൾ അരുവിക്കരയിലേക്ക് ഉറപ്പിക്കുകയാണ്. പക്ഷേ ശബരിനാഥിനെയാണ് അവിടെ പരിഗണിക്കുന്നതെന്ന് കേൾക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇത് പരിഹരിക്കുക റോഷിപാൽ? സ്മൃതി, ഏറ്റവും ഒടുവിൽ സ്ക്രീനിംഗ് കമ്മിറ്റി ചേർന്ന ഒന്നിൽ കൂടുതൽ പേരുകൾ, തിരുവനന്തപുരത്തെ പല മണ്ഡലങ്ങളിലും ഒന്നിൽ കൂടുതൽ പേരുകൾ അത് ഹൈക്കമാൻഡിന് കൈമാറിയെന്നാണ് അറിയാൻ കഴിയും. 4:30 കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗമുണ്ട്. ആ യോഗത്തിൽ അത് ഒറ്റപ്പേരിലേക്ക് എത്തി അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കും. അതായത് ഹൈക്കമാൻഡ് തീരുമാനിക്കും ഈ തർക്കങ്ങളുള്ള സീറ്റിൽ ആരെ സ്ഥാനാർത്ഥിയാക്കണം എന്നതിൽ ഹൈക്കമാൻഡായിരിക്കും അന്തിമ തീരുമാനമെടുക്കുക. അത് തിരുവനന്തപുരത്ത് അരുവിക്കരയിൽ അവിടെ VS ശിവകുമാറിനാണ് കൂടുതൽ സാധ്യത. KS ശബരിനാഥൻ കൂടി അവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട്. അവകാശവാദം ഉന്നയിച്ചതാണ് അരുവിക്കര. നേരത്തെ KS ശബരിനാഥൻ മത്സരിച്ച, നേരത്തെ MLA ആയി പ്രതിനിധീകരിച്ച മണ്ഡലം കൂടിയാണ്. അതേസമയം KS ശബരിനാഥനെ നേരെ നേമത്ത് മത്സരിപ്പിക്കാനുള്ള ആലോചനയാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ അരുവിക്കരയിൽ ശിവകുമാറും നേമത്ത് KS ശബരിനാഥനും സ്ഥാനാർത്ഥിയാകും. പാറശാലയിൽ നെയ്യാറ്റിൻകര സനൽ KPCCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ്. അതേ മണ്ഡലത്തിൽ ഉഷാകുമാരിയെ പരിഗണിക്കുന്നു. നെയ്യാറ്റിൻകരയിൽ N ശക്തനുണ്ട്, അവിടെ തന്നെ ഉഷാകുമാരിയുമുണ്ട്. പാറശാലയിൽ നെയ്യാറ്റിൻകര സനലാണ് സ്ഥാനാർത്ഥിയെങ്കിൽ ഉഷാകുമാരിയാകാനാണ് സാധ്യത നെയ്യാറ്റിൻകരയിൽ. പാറശാലയിൽ അങ്ങനെ വരും. N ശക്തൻ ഒരുപക്ഷെ സീറ്റ് ഉണ്ടാകാനേ സാധ്യതയില്ല. വർക്കലയിൽ വർക്കല ഖഹാറിന്റെ പേരിനാണ് മുൻതൂക്കമുള്ളത്. കഴക്കൂട്ടത്ത് T ശരത്ചന്ദ്ര പ്രസാദ് ഏതാണ്ട് ഉറപ്പിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. കാട്ടാക്കടയിൽ MR ബൈജു ഏതാണ്ട് സീറ്റ് ഉറപ്പിച്ചു എന്ന വിവരങ്ങൾ വരുന്നു. വാമനപുരത്ത് വ്യത്യസ്തമായ അഭിപ്രായം 2 പേരുണ്ട് പട്ടികയിൽ. അതിൽ വാമനപുരത്ത് പാലോട് രവിയും അതിനൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അംഗം സുധീർ ഷായുമുണ്ട്. സമാനമായി നെടുമങ്ങാടും അവിടെ മീനാങ്കൽ കുമാറിനെ പരിഗണിക്കാനുള്ള തീരുമാനത്തിലേക്കാണ്. പക്ഷേ കടുത്ത എതിർപ്പുണ്ട്. ആ സാഹചര്യത്തിലാണ് സുധീർ ഷാ കൂടെ നെടുമങ്ങാട് പരിഗണിക്കുന്നത്. വാമനപുരത്ത് പാലോട് രവിയാണെങ്കിൽ നെടുമങ്ങാട് സുധീർ ഷാ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. സമാനമായി ആ തരത്തിലാണ് ചർച്ചകൾ മുന്നോട്ട് പോകുന്നത്. ഏതാണ്ട് എല്ലാ മണ്ഡലത്തിലും ഇന്ന് തീരുമാനമാകും. 4:30 ചേരുന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗത്തെ അന്തിമ തീരുമാനമുണ്ടാകും. ഒരുപക്ഷേ N ശക്തന് സീറ്റ് ഇല്ലാതാകാനുള്ള സാധ്യതയാണ് കാണുന്നത്. VS ശിവകുമാറും ശബരിനാഥും ഒക്കെ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച നിലയിലാണ് മുന്നോട്ട് പോകുന്നത്. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.